ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏവർക്കും ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സെൻറ്റൻസസ്, അതായത് ഡെയിലി യൂസിങ്ങിന് പറ്റിയ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസസ്. ഓക്കെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, വാട്ട്സ് ഗോയിങ് ഓൺ ദർ. ഇവിടെ എന്താ നടക്കുന്നത്? യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. സെക്കൻഡ് ഒന്ന് നോക്കൂ. ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ്? നിൻ്റെ ബുദ്ധി നഷ്ടമായോ? നിനക്ക് വട്ടായോ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ 25 സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുക. ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ ഡെയിലി വീട്ടിൽ സംസാരിച്ച് നോക്കുക കേട്ടോ. തേർഡ് വൺ നോക്കൂ. ദേ ഹാവ് ഗോൺ മോം. അവർ പോയി അമ്മേ. ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിരിക്കുകയാണ്. അമ്മ ചായ എടുക്കാൻ അകത്തോട്ട് പോയി. അവർ വരുമ്പോഴത്തേനും ഗസ്റ്റ് പോയി. അപ്പോൾ നമുക്ക് പറയാം ദേ ഹാവ് ഗോൺ മോം. അമ്മ അവർ പോയി അമ്മേ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ പ്രയോഗം നോക്കൂ. ദേ ഹാവ് ഗോൺ മോം. ഫോർത്ത് വൺ, ഐ ഹാവ് നെവർ കം ഹിയർ. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഐ ഹാവ് നെവർ കം ഹിയർ. ഇപ്പോൾ ഒരു പുതിയ പ്ലേസ് വിസിറ്റ് ചെയ്യാണ്, ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ പോകുന്നതെങ്കിൽ പറയാം ഐ ഹാവ് നെവർ കം ഹിയർ, കം ദർ എന്ത് വേണമെങ്കിലും പറയാം. ഫിഫ്ത്ത് വൺ നോക്കൂ. വൈ ഐ ആം ഫീലിംഗ് ലൈക്ക് ദിസ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? വൈ ഐ ആം ഫീലിംഗ് ലൈക്ക് ദിസ്. ഇപ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ സങ്കടം എന്തെങ്കിലും ഒന്ന് നമ്മൾ ഒരുപാട് ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ വൈ ഐ ആം ഫീലിംഗ് ലൈക്ക് ദിസ്, എന്തുകൊണ്ട് ഞാനിങ്ങനെ ഫീൽ ചെയ്യുന്നു. സിക്സ്ത് വൺ നോക്കൂ. ക്യാൻ യു ഹോൾഡ് മൈ ഹാൻഡ്. നീ എൻ്റെ കൈയൊന്ന് പിടിക്കാമോ? സപ്പോസ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി താഴെ വീണു, അപ്പോൾ അവരോട് ഹെൽപ്പ് ചോദിക്കുക. ക്യാൻ ഐ ഹോൾഡ് മൈ ഹാൻഡ്സ് പ്ലീസ് എന്ന് ചോദിക്കാം. സെവൻത്ത് ഒന്ന് നോക്കൂ. ഐ കാൻ ഗോ വിത്തൗട്ട് ഹിം. എനിക്ക് അവനില്ലാതെ പോകാൻ പറ്റില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പോൾ ഒരു ബാങ്കിലോട്ട് പോവുകയാണ്, അപ്പോൾ അവൻ വന്നാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ ഐ കാൻ ഗോ വിത്തൗട്ട് ഹിം. അവനില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. എയ്ത്ത് ഒന്ന് നോക്കൂ. ഐ കാൺ ലെറ്റ് യു ഗോ. ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. ഐ കാൺട്ട് ലെറ്റ് യു ഗോ. ഇപ്പോൾ നീ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, ആ സിറ്റുവേഷൻ, അവിടുത്തെ സിറ്റുവേഷൻ ശരിയല്ല, ക്രിട്ടിക്കലാണ്. സോ ഐ കാൺ ലെറ്റ് യു ഗോ. നിന്നെ ഞാൻ പോകാൻ അനുവദിക്കില്ല. നയൻത്ത് നോക്കൂ. ഐ ഹാവ് ലോസ്റ്റ് മൈ സെൻസസ്. എനിക്ക് എൻ്റെ ബോധം നഷ്ടമായി, എനിക്കെൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു, എൻ്റെ സെൻസൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഐ ഹാവ് ലോസ്റ്റ് മൈ സെൻസസ്. 10th നോക്കൂ. നോബഡി ക്യാൻ ഹേർട്ട് യു. ആരും നിന്നെ എന്താ ചെയ്യാൻ നോവിക്കില്ല. നോബഡി ക്യാൻ ഹേർട്ട് യു. ആരും നിന്നെ ഹേർട്ട് ചെയ്യില്ല. നീ ഒരു നല്ല കുട്ടിയാണ്. നോബഡി ക്യാൻ ഹേർട്ട് യു. ആരും നിന്നെ ഹേർട്ട് ചെയ്യാൻ പോകുന്നില്ല. 11th നോക്കൂ. കീപ് യുവർ മൗത്ത് ഷട്ട്. ഇത് കൂടുതൽ പ്രയോഗം നമുക്ക് മിക്കവാറും യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ്. കീപ് യുവർ മൗത്ത് ഷട്ട്. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ, നീ ഒന്ന് വായടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ പറയില്ല. കീപ് യുവർ മൗത്ത് ഷട്ട്. 12th നോക്കൂ. യു പുട്ട് മീ ഇൻ ദ സിറ്റുവേഷൻ. നീയാണ് എന്നെ ഈ സിറ്റുവേഷനിൽ എത്തിച്ചത്. നീ കാരണം ഞാൻ ഈ സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയി. സോ യു പുട്ട് മീ ഇൻ ദ സിറ്റുവേഷൻ. നീയാണ് എന്നെ ഈ സിറ്റുവേഷനിൽ എത്തിച്ചത്. 13th നോക്കൂ. ക്യാൻ ഐ ഗെറ്റ് സം ഫുഡ്. എനിക്ക് ഫുഡ് കിട്ടുമോ? എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടുമോ? ഇപ്പോൾ ഒരു ഹോട്ടലിൽ അകപ്പെടുകയാണ് ഒരു അൺടൈമിൽ, അപ്പോൾ അവിടെ എല്ലാം തീർന്നു എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ക്യാൻ ഐ ഗെറ്റ് സം ഫുഡ്, എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടുമോ എന്ന് പറയുന്നതാണ് കേട്ടോ. 14th നോക്കൂ. ദേ ആർ ലുക്കിംഗ് ഫോർ ഹെർ. അവളെ നോക്കുകയാണ്, അതായത് അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അത് കാരണം അവളെ നോക്കുകയാണ്. ദേ ആർ ലുക്കിംഗ് ഫോർ ഹെർ. 15th നോക്കൂ. ഹൗ ഡസ് ഇറ്റ് ലുക്ക്. ഇത് എങ്ങനെയുണ്ട് കാണാൻ എന്ന് ചോദിക്കില്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ഓർണമെൻ്റ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് സജഷൻ ചോദിക്കുകയാണ്. ഹൗ ഡസ് ഇറ്റ് ലുക്ക്. ഇത് കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കില്ല. അതാണ്. 16th നോക്കൂ. യു ലുക്ക് സിക്ക്. ക്യാൻ ഐ കോൾ ദ ഡോക്ടർ. നിന്നെ കാണാൻ അവശനായി തോന്നുന്നു, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. യു ലുക്ക് സിക്ക്. ക്യാൻ ഐ കോൾ ദ ഡോക്ടർ. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നു. 17th നോക്കൂ. വൈ were you smiling. എന്താ നീ ചിരിക്കുന്നേ?
ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, രണ്ടാളും കൂടി സംസാരിച്ചിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞത് തമാശയ്ക്കൊന്നുമല്ല, പക്ഷെ അവർ തമാശയായിട്ട് അത് എടുത്തു. അപ്പോൾ വൈ ആർ യു സ്മൈലിങ് നമുക്ക് ചോദിക്കാം, എന്താ നീ ചിരിക്കുന്നത്. 18th one, കൺസിഡർ ഇറ്റ് യുവർ ഓൺ ഹോം. കൺസിഡർ ഇറ്റ് യുവർ ഓൺ ഹോം, ഇത് നിൻ്റെ വീടായിട്ട് കരുതിക്കോ. ഒരു ഫ്രണ്ടിനെ വീട്ടിലോട്ട് ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അമ്മമാർ പറയുന്ന ഡയലോഗാണ് കൺസിഡർ ഇറ്റ് യുവർ ഓൺ ഹോം, നിൻ്റെ വീടാണെന്ന് കരുതിക്കുക മോനെ എന്നൊക്കെ പറയില്ല. ദാറ്റ് വൺ. 19th one നോക്കൂ, യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്, എപ്പോഴും ഞാൻ അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം, ഏത് സമയത്ത് വിളിച്ചാലും എന്നെ കിട്ടും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ. 20th one നോക്കൂ, വൈ ആർ യു മ്യൂട്ട്, എന്താ നീ മിണ്ടാത്തെ, എന്താ നീ വാടച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ. വൈ ആർ യു മ്യൂട്ട്, വൈ ആർ യു മ്യൂട്ട്. ഇവിടെ മ്യൂട്ടിൻ്റെ പ്രയോഗം നോക്കൂ, വൈ ആർ യു മ്യൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. 21th നോക്കൂ, യു കനോട്ട് ഗോ ഇൻ ദിസ് സിറ്റുവേഷൻ. യു കനോട്ട് ഗോ ഇൻ ദിസ് സിറ്റുവേഷൻ, ഈ ഒരു അവസ്ഥയിൽ നീ അങ്ങോട്ട് പോകണ്ട. യു കനോട്ട് ഗോ ഇൻ ദിസ് സിറ്റുവേഷൻ, നീ ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് പോകണ്ട എന്ന് പറയുകയാണ്. 22nd നോക്കൂ, ഐ വുഡ് റേദർ ഡൈ ദാൻ മാരി ഹിം. ഞാൻ അവനെ കല്യാണം കഴിക്കുന്നതിനേക്കാളും ഭേദം ഞാൻ മരിക്കുന്നതാണ്. ഇവിടുത്തെ പ്രയോഗം നോക്കുമ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല, ഫോഴ്സ് ചെയ്ത് കല്യാണം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പറയാം. ഓക്കെ. 23rd one, യു ആർ സച്ച് എ ഡ്രാമ ക്വീൻ. നീ ഒരു അഭിനേത്രിയാണ്, നീ ഒരു നാടകീയ റാണിയാണെന്നൊക്കെ പറയില്ലേ. യു ആർ സച്ച് എ ഡ്രാമ ക്വീൻ, നാടകീയമായ ആൾക്കാരെ കണ്ടാൽ പറയാം യു ആർ സച്ച് എ ഡ്രാമ ക്വീൻ എന്ന് പറയാം. ഓക്കെ. 24th one നോക്കൂ, യു ഹാവ് റൂയിൻഡ് യുവർ ലൈഫ്. നീ നിൻ്റെ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തി, നീ ഈ തെറ്റ് ചെയ്തത് കൊണ്ട് നിൻ്റെ ജീവിതം തന്നെ പാഴായി എന്ന് പറയില്ലേ. ദാറ്റ് വൺ, യു റൂയിൻഡ് യുവർ ലൈഫ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെൻറ്റൻസ് 25th one, ഐ മെയ്ഡ് ഹിം സിറ്റ് ഇൻ വൺ പ്ലേസ്. ഞാൻ അവനെ ഒരിടത്ത് ഇരുത്തിയിട്ട് വന്നേക്കുവാണ്. ഇപ്പോൾ ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിനെ അവിടെ എത്തിയിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ഡോക്ടറോട് പറയാം ഐ മെയ്ഡ് ഹിം സിറ്റ് ഇൻ വൺ പ്ലേസ്, ഞാൻ അവനെ ഒരിടത്ത് ഇരുത്തിയിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുന്നതാണ്. ഓക്കെ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്തേക്കുക. നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ തരുന്ന മോട്ടിവേഷനാണ് എൻ്റെ സ്ട്രെങ്ത്. താങ്ക് യു.